സഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് അമ്മ ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഫ്ലാറ്റുകാർ കളിയാക്കുമായിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവർ അവരുടെ മക്കളുടെ സ്വപ്നത്തിന് വേണ്ടി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഇയാൻ ബിഷപ്പ് അടക്കമുള്ള പല ലോക താരങ്ങളും സഞ്ജു സാംസന്റെ ബാറ്റിംഗിന്റെ ഫാൻസാണ്. മറ്റ് ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ റൺസുകൾ വാരി കൂട്ടുമ്പോഴും സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളി എത്തുന്നില്ല. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മനസാരിധ്യം കൈവിടാതെ കൂൾ മൈൻഡോടുകൂടി ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കാറുണ്ട്. സഞ്ജു എന്ന പ്ലെയറിന്റെ ഇമ്പാക്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് ഇപ്പോൾ അദ്ദേഹത്തെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു മലയാളി കളിക്കുക എന്നത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ വന്യമായ സ്വപ്നമായിരുന്നു. 2000 തുടക്കം വരെ ആദ്യമായിട്ട് കേരളത്തിന് വേണ്ടി രഞ്ജി ട്രോഫി കളിച്ച് ഒരു മലയാളി ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത് ടിനു യോഹനാനിലൂടെയാണ്. 2001 നവംബർ മാസത്തിൽ ടിനു യോഹനാൻ ഇന്ത്യക്കായി ഇംഗ്ലണ്ടിനെതിരെ അരങ്ങേറി. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിന് ഏറെ ദൈർഘ്യമില്ലായിരുന്നു. കേവലം 3 ടെസ്റ്റുകളും 3 ഏകദിനങ്ങളും മാത്രം കളിച്ച് അദ്ദേഹം ഇന്ത്യൻ ടീമിനോട് വിട പറഞ്ഞു. പിന്നീട് വീണ്ടും ഒരു മലയാളി കളിക്കാൻ 4 വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നു. 2005 ശ്രീശാന്തിലൂടെയാണ് മറ്റൊരു മലയാളി ഇന്ത്യൻ ടീമിൽ അരങ്ങേറുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ തുടക്കം അത്ര മോശമല്ലായിരുന്നു. ഒരു ജെനുവിൻ ഫാസ്റ്റ് ബോളറായ ശ്രീശാന്തിന് നിരൂപക പ്രശംസ ഏറെ പിടിച്ചുപറ്റാൻ സാധിച്ചു. 2008 അദ്ദേഹത്തിൻ്റെ കരിയറിൽ വലിയൊരു വഴിത്തിരിവുണ്ടായി. IPL-നിടയിൽ ഹർഭജൻ സിംഗുമായി നടന്ന കയ്യാങ്കളി അദ്ദേഹത്തിൻ്റെ കരിയറിന് ചെറിയ തോതിൽ കരിനിഴൽ വീഴ്ത്തി. ആ വർഷം ഒരു പ്രമുഖ ചാനലിൻ്റെ ന്യൂസ് മേക്കർ പരിപാടിയിൽ വെച്ച് അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. 10 വർഷത്തിനുള്ളിൽ ഒരു മലയാളി താരത്തെ ഇന്ത്യൻ ടീമിൽ കളിപ്പിക്കുക എന്നതായിരുന്നു ആ വെല്ലുവിളി. അദ്ദേഹം ആ വെല്ലുവിളിക്ക് സമയത്ത്, അതായത് 2008 ഒരു അച്ഛനും 2 മക്കളും ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്കുള്ള ട്രെയിൻ യാത്രയിലായിരുന്നു. അച്ഛൻ്റെ പേര് വിശ്വാസ് സാംസൺ, മക്കളുടെ പേര് സാലി സാംസൺ, സഞ്ജു സാംസൺ. ശ്രീശാന്തിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിയോഗം കിട്ടിയ താരമായിരുന്നു സഞ്ജു സാംസൺ. 1994 നവംബറിലാണ് സഞ്ജുവിൻ്റെ ജനനം. അച്ഛൻ ഒരു ഫുട്ബോൾ താരമായിരുന്നു. ഡൽഹി പോലീസിൽ ഉദ്യോഗസ്ഥനായ അദ്ദേഹം തൻ്റെ മക്കളുടെ സ്പോർട്സ് കഴിവുകളെ വളർത്തിയെടുക്കാൻ ആവതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. സാലിയും സഞ്ജുവും അദ്ദേഹത്തോടൊപ്പം ഗ്രൗണ്ടിലെ സജീവ സാന്നിധ്യമായിരുന്നു. ചെറുപ്പകാലം തൊട്ട് തന്നെ സാലിയും സഞ്ജുവും മികച്ച രീതിയിൽ ബാറ്റിംഗ് പാഠവും പുറത്തെടുത്തിരുന്നു. ഇത് തിരിച്ചറിഞ്ഞ അച്ഛൻ വിശ്വാസ് സാംസൺ അവരെ മികച്ച ഒരു ഡൽഹി കോച്ചിൻ്റെ അടുത്ത് കൊണ്ടാക്കി. വിചാരിച്ച രീതിയിൽ തന്നെ മക്കൾ 2 പേരും വിവിധ ഏജ് കാറ്റഗറി ഗ്രൂപ്പുകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും സഞ്ജുവിനെ കൂട്ടിക്കൊണ്ട് അമ്മ ഗ്രൗണ്ടിലേക്ക് പോകുന്ന സമയത്ത് ഫ്ലാറ്റുകാർ കളിയാക്കുമായിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അവർ അവരുടെ മക്കളുടെ സ്വപ്നത്തിന് വേണ്ടി കഠിനമായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പരിമിതമായ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് മക്കൾക്ക് ഏറ്റവും മികച്ച കിറ്റും ഏറ്റവും മികച്ച ഫുഡും ഏറ്റവും മികച്ച പരിശീലനം ഉറപ്പാക്കാൻ അവർ ആഹോരാത്രം പണിയെടുത്തു. പക്ഷേ അവരുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരുതൽ വീഴ്ത്തിക്കൊണ്ട് ഡൽഹിയുടെ അണ്ടർ-13 ടീമിൽ സഞ്ജു സാംസൺ അവസരം നിഷേധിക്കപ്പെടുന്നു. സഞ്ജുവിനേക്കാൾ ഏറെ ടാലന്റ് കുറഞ്ഞ അല്ലെങ്കിൽ കളി മികവ് കുറഞ്ഞ പല താരങ്ങളും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസിന്റെ പേരിൽ ടീമിൽ കയറിക്കൂടുമ്പോൾ അച്ഛൻ വിശ്വാസ് സാംസണ് അത് സഹിക്കാവുന്നതിന് അപ്പുറമായിരുന്നു. തുടർന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഡൽഹിയിൽ ഇങ്ങനെ നിന്നാൽ ശരിയാവില്ല. ഡൽഹി പൊളിറ്റിക്സിൽ പിടിച്ചു നിൽക്കാൻ ഒരുപക്ഷെ തനിക്കോ ആ പൊളിറ്റിക്സിനെ മറികടന്ന് കളി പുറത്തിറക്കാൻ തൻ്റെ മക്കൾക്കോ സാധിച്ചെന്ന് വരില്ല. തുടർന്ന് അദ്ദേഹം ഒരു കഠിനമായ തീരുമാനമെടുക്കുന്നു. അദ്ദേഹം തൻ്റെ ജോലി രാജിവെക്കുന്നു. ജോലി രാജിവെച്ച് 2 മക്കളെയും കൂട്ടി അദ്ദേഹം കേരളത്തിലേക്ക് ട്രെയിൻ കയറുകയാണ്. തുടർന്ന് കേരളത്തിൽ വന്ന അദ്ദേഹം 2008 മക്കളെ തിരുവനന്തപുരത്തുള്ള ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർക്കുന്നു. പിന്നീടുള്ള യാത്ര ഏറെ അപ്സ് ആൻഡ് ഡൗൺസ് നിറഞ്ഞ, ഏറെ ആകാംക്ഷകൾ നിറഞ്ഞ, ഏറെ സംഭവബഹുലമായ യാത്രയാണ്. 2008 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിൽ വിവിധ ഏജ് കാറ്റഗറി ഗ്രൂപ്പുകളിൽ കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ മികച്ച യങ് പ്ലെയറായി സഞ്ജു മാറുന്നു. അതിനെ തുടർന്ന് 2011 അദ്ദേഹം രഞ്ജിയിൽ അരങ്ങേറ്റം കുറിക്കുകയാണ്. തൊട്ടടുത്ത വർഷം അദ്ദേഹത്തിന് IPL-ൽ ഒരു അവസരം കിട്ടുന്നു. IPL-ൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിന്റെ ഭാഗമാകാനാണ് അദ്ദേഹത്തിന് അവസരം ലഭിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പ്ലേയിങ് ലെവലിൽ കയറിക്കൂടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പിന്നീടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവ് സംഭവിക്കുന്നത്. മുൻപ് വെല്ലുവിളി നടത്തിയ ശ്രീശാന്താണ് ഇതിനൊരു നിമിത്തമായി തീരുന്നത്. അന്ന് ശ്രീശാന്ത് രാജസ്ഥാൻ റോയൽസിൻ്റെ താരമാണ്. സഞ്ജുവിൻ്റെ കഴിവ് തിരിച്ചറിഞ്ഞ ശ്രീശാന്ത് അന്നത്തെ RR ക്യാപ്റ്റൻ രാഹുൽ ദ്രാവിഡിനടുത്ത് സഞ്ജുവിനെ എത്തിക്കുന്നു. അദ്ദേഹം ചെറിയൊരു നുണക്കഥ പറയുന്നുണ്ട്. തന്നെ ഡൊമസ്റ്റിക് സർക്യൂട്ടിൽ ഒരു ഓവറിൽ 6 ബോളിൽ 6 അടിച്ച പയ്യനാണിവൻ, ഇവൻ്റെ ബാറ്റിംഗ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണമെന്നാണ് ശ്രീശാന്ത് രാഹുൽ ദ്രാവിഡിനോട് ആവശ്യപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഊഹം തെറ്റിയില്ല. രാഹുൽ ദ്രാവിഡിന് പയ്യൻ്റെ ബാറ്റിംഗ് നന്നായി ഇഷ്ടപ്പെട്ടു. മികച്ച ടൈമിങ്ങോടുകൂടി അതീവ ശക്തമായി പന്തുകളെ അടിച്ചകറ്റുന്ന സഞ്ജു സാംസണിൽ ഒരു ഭാവി സൂപ്പർ താരത്തെ കണ്ടെത്താൻ രാഹുൽ ദ്രാവിഡിന് സാധിച്ചിരുന്നു. തുടർന്ന് 2013 അദ്ദേഹം IPL-ൽ രാജസ്ഥാനായി അരങ്ങേറി. അവരുടെ റെഗുലർ വിക്കറ്റ് കീപ്പർക്ക് പരിക്കേറ്റ ഒഴിവിലേക്കാണ് സഞ്ജു ടീമിൽ കയറിക്കൂടിയത്. പക്ഷേ അതൊരു 1.5 വരവായിരുന്നു. പിന്നീട് സഞ്ജുവിനെ ആ പ്ലേസിൽ നിന്ന് മാറ്റാൻ ഇതുവരേക്കും ആർക്കും സാധിച്ചിട്ടില്ല. അത്ര ഇമ്പാക്ട്ഫുള്ളായ ഒരു എൻട്രിയായിരുന്നു സഞ്ജു രാജസ്ഥാൻ റോയൽസിലേക്ക് നടത്തിയത്.
പിന്നീട് എല്ലാ സീസണുകളിലും രാജസ്ഥാൻ റോയൽസിന്റെ സ്ഥിര സാന്നിധ്യമായ സഞ്ജു മാറുന്നു. IPL-ലെ മികച്ച പ്രകടനങ്ങളുടെ പിൻബലത്തിൽ 2014-ൽ സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്ക് വിളിയെത്തുന്നു. 2014-ലെ ഇന്ത്യയുടെ ഇംഗ്ലണ്ട് പര്യടനത്തിലാണ് അദ്ദേഹം വിളിക്കപ്പെട്ടത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവസാന 11-ൽ കയറിക്കൂടാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. പിന്നീട് 10 മാസത്തെ കാത്തിരിപ്പ്. 2015 ജൂലൈയിൽ അദ്ദേഹം സിംബാബ്വെക്കെതിരെ ഇന്ത്യക്കായി T20-ൽ അരങ്ങേറുന്നു. പക്ഷേ അവിടെയും ഭാഗ്യത്തിന് പിന്തുണ സഞ്ജുവിന് ഇല്ലായിരുന്നു എന്ന് പറയാം. കേവലം ഒരു T20 മത്സരം മാത്രം ഇന്ത്യക്ക് വേണ്ടി കളിച്ച് വിസ്മൃതിയിലേക്ക് മറയാനാണ് സഞ്ജു വിധിക്കപ്പെട്ടത്. ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ പിന്നീട് അദ്ദേഹത്തിന് വിധിക്കപ്പെട്ടത് 6 വർഷത്തെ വനവാസമാണ്. 2021-ലാണ് വീണ്ടും അദ്ദേഹം നാഷണൽ ടീമിലേക്ക് തിരിച്ചെത്തുന്നത്. പക്ഷേ അതിനിടയിൽ അദ്ദേഹം IPL-ൽ ധാരാളം ചെയ്തു കൂട്ടുന്നുണ്ടായിരുന്നു. 2016-ൽ രാജസ്ഥാൻ റോയൽസ് സസ്പെൻഡ് ആയതിനെ തുടർന്ന് അദ്ദേഹം ഡൽഹി ഡെയർ ഡെവിൾസിനായി കളിക്കുന്നുണ്ട്. ആ സീസണിൽ മികച്ച ഒരു സെഞ്ചുറി സഞ്ജു IPL-ൽ കുറിക്കുന്നുണ്ട്. IPL-ൽ മികച്ച സ്കോറുകൾ അടിച്ചു കൂട്ടുമ്പോഴും മറ്റ് ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ റൺസുകൾ വാരി കൂട്ടുമ്പോഴും സഞ്ജുവിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വിളിയെത്തുന്നില്ല. പലപ്പോഴും ട്വിറ്ററിലും മറ്റും ജസ്റ്റിസ് ഫോർ സഞ്ജു ഹാഷ്ടാഗുകൾ നിരക്കാൻ തുടങ്ങി. കാരണം സഞ്ജുവിനേക്കാൾ പ്രകടന മികവ് കുറഞ്ഞ ഒരുപിടി താരങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ നാഷണൽ ടീമിൽ അതിനോടകം കിട്ടിക്കഴിഞ്ഞിരുന്നു. 2021-ലാണ് സഞ്ജുവിന്റെ ജീവിതത്തിലെ ഒരു പ്രധാന നാഴികക്കല്ല് സംഭവിക്കുന്നത്. അദ്ദേഹം സ്റ്റീവ് സ്മിത്തിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മലയാളി IPL-ലെ ഒരു ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി മാറുന്നു. 2021 സീസണിലെ IPL-ലെ മികച്ച പ്രകടനം അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വാതിലുകൾ വീണ്ടും തുറക്കുകയാണ്. ഇത്തവണ പക്ഷേ സഞ്ജു അത്ര മോശമാക്കിയില്ല. ഏകദിനത്തിലും T20-ലും മികച്ച പ്രകടനം പുറത്തെടുത്ത സഞ്ജു ഇപ്പോൾ ഇന്ത്യൻ ടീമിന്റെ ഭാവി പരിപാടികളിലെ ഒരു സ്ഥിരം സാന്നിധ്യമാണ്. സഞ്ജുവിന്റെ ബാറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഏതൊരു മികച്ച ബൗളറെയും നിലം പരിശാക്കാൻ ആവശ്യമായ കായിക കരുത്തും സാങ്കേതിക മികവുമാണ് അദ്ദേഹത്തിന്റെ കൈമുതൽ. ഇയാൻ ബിഷപ്പ് അടക്കമുള്ള പല ലോക താരങ്ങളും സഞ്ജു സാംസന്റെ ബാറ്റിങ്ങിന്റെ ഫാൻസാണ്. പലപ്പോഴും സഞ്ജുവിന്റെ കിടിലൻ ഷോട്ടുകൾ കമന്ററി ബോക്സിൽ കയ്യടികൾ ഉയർത്താറുണ്ട്. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും മനസാന്നിധ്യം കൈവിടാതെ കൂൾ മൈൻഡോടുകൂടി ബാറ്റ് ചെയ്യാൻ സഞ്ജുവിന് സാധിക്കാറുണ്ട്. പലപ്പോഴും ഇൻകൺസിസ്റ്റന്റ് ആണ് എന്നൊരു ലേബൽ സഞ്ജുവിൽ ഒട്ടിച്ചു വെക്കാൻ പല കോണിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം, സഞ്ജു ഒരു T20 ബാറ്റ്സ്മാനാണ്. പലപ്പോഴും 5-6 പൊസിഷനുകളിലാണ് അദ്ദേഹം ഇന്ത്യക്കായി ബാറ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് നേരിടാൻ കിട്ടുന്നത് കൂടിപ്പോയാൽ 10-15 പന്തുകൾ. സ്കോർ ബോർഡ് പ്രശ്നത്തെ തുടർന്ന് ബൗളർ ആരാന്ന് നോക്കാതെ ആദ്യ പന്തിൽ തന്നെ പലപ്പോഴും സഞ്ജുവിന് ആഞ്ഞടിക്കേണ്ടതായി വരുന്നു. അത് അദ്ദേഹത്തിന് വിക്കറ്റിൽ കലാശിച്ചേക്കാം. പക്ഷേ സഞ്ജു എന്ന പ്ലെയറിന്റെ ഇമ്പാക്റ്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് മാനേജ്മെന്റ് ഇപ്പോൾ അദ്ദേഹത്തെ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സഞ്ജു ഒരു മാച്ച് വിന്നറാണ്. തൻ്റെതായ ദിവസം ഏതൊരു ബൗളിംഗ് നിരയും അടിച്ച് നിലം പരിശാക്കാനുള്ള കരുത്ത് അദ്ദേഹത്തിനുണ്ട്. അത് പലകുറി അദ്ദേഹം IPL-ൽ തെളിയിച്ചാണ്. ഈ അടുത്തായി ഏകദിനത്തിലും അദ്ദേഹം തൻ്റെ കന്നി സെഞ്ചുറി കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഉറപ്പിക്കാം, ഇനി വരാൻ പോകുന്നത് സഞ്ജുവിൻ്റെ നാളുകളാണ്. സഞ്ജു ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനായി മാറുന്നത് നമുക്ക് സ്വപ്നം കാണാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 2024 IPL സീസണിലും സഞ്ജു മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. റൺവേട്ടയിൽ മുൻനിരയിൽ തന്നെ അദ്ദേഹമുണ്ട്. ഓൾറെഡി ഒരു മെച്ചോർഡ് ക്രിക്കറ്ററായി മാറുന്നതിൻ്റെ എല്ലാ സൂചനകളും അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് നൽകുന്നുണ്ട്. തുടക്കത്തിൽ ക്ഷമയോടെ കളിച്ച് അവസാന ഓവറുകളിൽ വലിച്ചടിച്ച് സ്കോർ കയറ്റുന്ന രീതിയിലോട്ട് സഞ്ജു തന്റെ ബാറ്റിംഗ് പരുവപ്പെടുത്തിയിരിക്കുന്നു. അത് നൽകുന്ന ഒരു ശുഭസൂചനയാണ്. ഭാവിയിൽ ഇന്ത്യൻ ടീമിലെ ഒരു സ്ഥിര സാന്നിധ്യമായി സഞ്ജു മാറും. അത് നമ്മൾ മലയാളികൾക്ക് ഏവർക്കും അഭിമാനിക്കാനുള്ള ഒരു നിമിഷമായി മാറുകയും ചെയ്യും. ഈ വരുന്ന ജൂണിൽ വീണ്ടും ഒരു T20 വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. നടന്നുകൊണ്ടിരിക്കുന്ന IPL-ലെ മികച്ച പ്രകടനം സഞ്ജുവിന് തുടരാൻ സാധിക്കുകയും രാജസ്ഥാനെ കപ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഇന്ത്യൻ ടീമിലേക്ക് ഒരു കോൾ സഞ്ജുവിന് പ്രതീക്ഷിക്കാം. ഇത്തവണ കപ്പുമായി ഇന്ത്യൻ ടീം ഇന്ത്യയിലേക്ക് മടങ്ങുമ്പോൾ ആ ടീമിന്റെ മുന്നണിയിൽ തന്നെ സഞ്ജു ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.